ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേദാസ് വ്ലോഗ്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2 ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ ആണ്. ടെക്നിക്കൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിൾ ഫാൻ ക്ലീനിങ്ങും അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ വീട്ടിലെ ടേബിൾ ഫാനിൽ കാറ്റ് നല്ല സ്പീഡുണ്ടായിരിക്കും, പക്ഷേ കാറ്റ് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഡസ്റ്റ് നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്യുന്നത് അത് എടുത്തിരുന്നാലേ സംഭവം കാറ്റ് നല്ല രീതിയിലുള്ള നല്ല കൂളിങ് കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കിതിനെ ഇളക്കി ക്ലീൻ ചെയ്യേണ്ട പരിപാടി നോക്കാം. ആദ്യം അതിനെ ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു വള്ളിയുണ്ട്, അതിനാദ്യം അടിയിൽ സ്ക്രൂ. അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തു ഗ്യാസ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഫുള്ള് ഡസ്റ്റ് പിടിച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഇങ്ങോട്ട് കൂളിങ് തരാത്തതിൻ്റെ കാരണം. ഇതിനെല്ലാം നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കണം. അടുത്ത് നമ്മൾ ലീഫ് ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക, ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക, അതിനൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് കറക്കി കൊടുക്കുക, സാധനം കയ്യിലായി. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഈ സാധനം കയ്യിൽ ഊരി. അടുത്ത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കി കൊടുക്കുക, അത് ഇളകി കയ്യിൽ വരും. അപ്പോൾ ഇത്രയും ഡസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഫാനിൽ നമുക്ക് കാറ്റ് കിട്ടാത്തതിൻ്റെ. ആ ഫാൻ നല്ല സ്പീഡായിരിക്കും, പക്ഷെ കാറ്റ് കിട്ടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതുണ്ട് ലീഫിലൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ കാറ്റ് കിട്ടാത്തതിൻ്റെ കാരണം. അപ്പോൾ നമ്മളിതിനെ ക്ലീൻ ചെയ്ത് അപ്പോൾ ഗ്യാസ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴുകി ഉണക്കി എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതിൽ പൊടിയൊക്കെ അടിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ് ഉണങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും സമയമാവും. അതിനേക്കാളും പൊടി അടിച്ച് ചെറിയൊരു ട്രിക്ക് പരിപാടിയിലൂടെ ക്ലിയർ ചെയ്തെടുക്കാം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലീഫ് കഴുകിയെടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഒരു കാരണവശാലും നെറ്റ് വെള്ളം വെച്ച് കഴുകരുത്. വെള്ളം വെച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പെയിൻറ്റ്, അതായത് നമ്മൾ കൂടുതൽ പഴക്കമുള്ള നെറ്റാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങും. പെയിൻറ്റിൻ്റെ ചെറുതായിട്ടൊന്ന് വെടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പം അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയിട്ട് ദ്രവിക്കേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കഴുകി കളയരുത്. പൊടി അടിക്കുക, എന്തെങ്കിലും വെള്ളം നനച്ച് തുടച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തുരുമ്പടിച്ച് പെട്ടെന്ന് അതിൻ്റെ നെറ്റിന് കംപ്ലൈൻറ്റ് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചുരണ്ടി പെയിൻ്റ് അടിക്കേണ്ടി വരും. നല്ല ഡസ്റ്റ് ഉണ്ട് അതിൽ. നമ്മളെ റൂമിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും റൂമിനകത്ത് പൊടിയെന്ന് പറഞ്ഞ സാധനം കാണില്ല. പക്ഷേ ഇത് നമ്മൾ ഈ ഫാന് സീലിംഗ് ഫാനായിരുന്നാലും ടേബിൾ ഫാനായിരുന്നാലും അതിൽ നോക്കുമ്പോഴത്തേക്കും അത്രയും പൊടി അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. സംഭവം എന്ന് പറഞ്ഞാൽ അത്രയും പൊടി അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നത് കൊണ്ടാണ് ഈ പൊടി മൊത്തവും ഫാന് വലിച്ചെടുത്ത് വിടുന്നത്. എപ്പോഴും നമ്മൾ വീട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ചുരുക്കം ചില പേരാണ്. എല്ലാവരും ക്ലീൻ ചെയ്ത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി. പൊടി എപ്പോഴും റൂമിനകത്ത് എപ്പോഴും പൊടി കാണും. അപ്പോൾ ഗ്യാസ്, അപ്പോൾ ചെറിയൊരു
ടെക്നിക്കൽ പരിപാടികൾ. ഇപ്പം നമുക്ക് ലൈസോൾ ഒന്ന് എടുത്തിട്ട് അതിനെ ഒന്ന് തുടച്ച് ഓടിച്ച് തുടച്ച് എടുക്കേണ്ട പരിപാടിയാണ്. നമ്മൾ പെട്ടെന്ന് പരിപാടി അങ്ങ് തീരും. ഇതിനെ കഴുകി ഉണക്കാൻ വേണ്ടി എന്ത് സമയം കുറയോ. എന്തായാലും ഇത് കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും പരിപാടി ജസ്റ്റ് വീണ്ടും പിടിക്കും. അപ്പോൾ സംഭവം പറഞ്ഞാൽ നമ്മൾ തുടച്ചെടുക്കുന്നതായിട്ട് ഇത് ലീഫ് ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ കാരണം ലീഫിൽ കൂടുതൽ ഡസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റ് നമുക്ക് കിട്ടുന്നതിൽ കുറവ് വരും. ലീഫിൻ്റെ പരിപാടി കഴിഞ്ഞ കേസ്. അടുത്ത് നെറ്റ് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു കൊടുക്കാം കേസ്. ഞാൻ നല്ലൊരു പൊടി അടിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു കൊടുക്കാം. നെറ്റ് കഴുകാൻ പറ്റത്തില്ല, അത് വെള്ളത്തിൻ്റെ അംശത്തിൽ വന്നു കഴിഞ്ഞാൽ നെറ്റ് തുരുമ്പടിച്ചു പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം ഓക്കെ. അപ്പോൾ അത് കഴുകി ക്ലിയറായി. അപ്പോൾ കേസ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് മോട്ടറിൻ്റെ ഭാഗത്ത് നല്ല പൊടി കയറിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ബാക്കിലൊരു സ്ക്രൂ ഉണ്ട്, അതിനകത്ത് ഇളക്കിയിടുക. അതിനെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളെ ഈ സാധനമല്ലേ ഇതിന് ഓസിലേഷൻ്റെ നോബ് ഇതൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലർ സ്ക്രൂ ടൈപ്പ് ആയിരിക്കും, ഇതിപ്പോൾ ക്ലിപ്പാണ്. പൊക്കിക്കഴിഞ്ഞാൽ അത് ഇളകി വരും. പിന്നെ അതേപോലെ തന്നെ ചില ടേബിൾ ഫാനിലെന്ന് പറഞ്ഞത് ലോക്ക് സിസ്റ്റം ആയിരിക്കും. ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് 4 ലോക്ക് ഇങ്ങനെ 1 2 3 ലോക്കായിരിക്കും. ലോക്ക് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നല്ല ഇളകി വരും. ഇതിപ്പോൾ സ്ക്രൂ ടൈപ്പ് ആയതുകൊണ്ട് ഈ സാധനം ഇളക്കിയെടുക്കും. അപ്പോൾ അതിൻ്റെ പൊടിയുണ്ട്, അതിൻ്റെ അകത്ത് ഇളങ്ങിയിരിക്കുന്ന പൊടിയുണ്ട്. അപ്പം അതിന് നമ്മൾ അതിൻ്റെ മോട്ടർ നല്ല രീതിയിലൊന്ന് പൊടിയടിച്ച് എടുക്കണം. ഇതെല്ലാം കൂടെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഇസ്നോഫീലിയ ഉണ്ടാകാൻ പൊടി അലർജി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. AC ഉള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഫാനുള്ളവരുടെ കാര്യം നമ്മൾ പറയുന്നു. സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പരിധി. ചില വീടുകളിൽ സീലിംഗ് ഫാൻ ഉപയോഗിച്ചാലും ടേബിൾ ഫാൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഒരു പ്രത്യേക ഒരു സുഖമാണ് ടേബിൾ ഫാൻ ഉപയോഗിക്കുമ്പോൾ. കാരണം അതിൻ്റെ കാറ്റും സീലിംഗ് ഫാനെ കാറ്റും നല്ല വ്യത്യാസമുണ്ട്, നല്ല കൂളിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നിട്ടും കാറ്റില്ല എന്നാണ് നമ്മൾ ഇതായിരുന്നത്. സംഭവം അത് നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം റെഡി ആക്കിയപ്പോൾ അത് ഓക്കെ ആവും. പിന്നെ അടുത്ത് പോയിട്ട് മോട്ടറിന് സ്പീഡ് കുറവ് വരുന്ന കാര്യം എന്തെന്ന് പറയുന്നത് ഇതാണ് കണ്ടൻസർ. ഈ കണ്ടൻസർ സ്പീഡ് കുറയുന്ന സമയത്ത് ഈ കണ്ടൻസർ മാറ്റി കൊടുക്കുക. ഇത് ഇളക്കി മാറ്റിയിട്ട് വേറെ പുതിയതൊന്ന് വാങ്ങിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടുതൽ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മോട്ടർ കറങ്ങുന്നത്, നമ്മളത് ഈ ഷാഫ്റ്റിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുമ്പോഴത്തേക്കും ഷാഫ്റ്റിന് പിടുത്തം ഉണ്ടെന്ന് നോക്കണം. പിടുത്തം ഉണ്ടെങ്കിൽ അതിൻ്റെ കോറും, അതായത് ഈ ഫീൽഡും ഇതിൻ്റെ അകത്തൊരു കോറുണ്ട്, ഇതിൽ വരുന്ന ഷാഫ്റ്റിൽ വരുന്ന കോറുണ്ട്. കോറും ഫീൽഡും കൂടെ കയറി ഉരയുമ്പോഴത്തേക്കും അത് സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ ബുഷിൻ്റെ തേയ്മാനം വരുമ്പോഴാണ് അതങ്ങനെ വരുന്നത്. ബുഷിൻ്റെ തേയ്മാനം വരുമ്പോൾ അതങ്ങനെ വരും. അപ്പോൾ അത്രയും ടൈറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇടാൻ വേണ്ടി ഫാൻ ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കരുത്. അത് ഏതെങ്കിലും സർവീസ് സെൻ്ററിൽ കൊടുത്ത് അതിന് 2 ബുഷ് മാറ്റി അത്
നന്നാക്കി എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കണം. അതായത് ഇത് നിങ്ങൾ ഇങ്ങനെ വെച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് എത്രയും പിടുത്തം ഇവിടെ ഫീൽഡിൽ കോറ് കയറി ഉരയുന്ന സമയത്ത് നല്ല പിടുത്തം ഫീൽഡ് പിടിക്കുകയും അത്രയും വൈദ്യുതി കയറി തള്ളി പെട്ടെന്ന് വൈൻഡിങ് പോകേണ്ട സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ഇളക്കി നോക്കിയിട്ട് ഷാഫ്റ്റ് ഒന്ന് കറക്കി നമ്മൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ കണ്ടൻസർ മാറ്റി കൊടുത്താൽ മതി, കപ്പാസിറ്റർ മാറ്റി കൊടുത്താൽ മതി. ഇത് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സ്പീഡ് കിട്ടും. അതാണ് സ്പീഡിൻ്റെ വ്യത്യാസം വരുന്നതിനുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് ഇളക്കിയെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് അതിനകത്ത് കുറച്ചൊന്ന് ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഫ്രീ ആവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്യാം. നേരെ അതിനെ ക്ലിപ്പിലത് പിടിച്ചിട്ടു. നേരെ സ്ക്രൂ അടുത്ത് ഓസിലേഷൻ നോബ് ഇട്ട് കൊടുക്കും. നമ്മൾ ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സാധനം കണ്ടു. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇരിക്കുന്ന ഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത് നെറ്റിൽ പിടിച്ചെടുക്കുന്ന സമയത്ത് ഈ സാധനം ഇത് ലോക്കാണ്, ഇതിൻ്റെ ലോക്കാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാനുള്ള ലോക്കാണ്. അങ്ങോട്ടും കറങ്ങി പോരെങ്കിൽ ലോക്കാണ് ഈ സാധനം. ഇതെപ്പോഴും ശ്രദ്ധിച്ചാണ് നമ്മൾ ടേബിൾ ഫാൻ എടുക്കുന്ന സമയത്ത് ഇതിൽ തൂക്കി എടുക്കരുത്, നെറ്റിൽ തൂക്കി എടുക്കാതെ നമ്മൾ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പാടില്ല. അതിങ്ങനെ ആരെങ്കിലും ഇതും തറയെ വീഴുക ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ജോലി എന്തെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ചുമ്മാ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ നേരെ നമുക്ക് പൊസിഷൻ നമുക്ക് ചുമ്മാ കറക്കി പൊസിഷൻ മാറി വെച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ലോക്ക്. അപ്പോൾ ഈ ലോക്കിനകത്ത് വയ്ക്കുക. ലോക്കിനകത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ടൈറ്റ് ചെയ്യുന്ന സംവിധാനം എടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ഇവിടെ ഒരു സ്റ്റേ ഉണ്ട്, നമ്മൾ ഈ ഷാഫ്റ്റിൽ സ്റ്റേ ഉണ്ട്. ആ സ്റ്റേയിൽ ഇവിടെ ഒരു വെട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലോക്ക്. ഈ ലോക്ക് നമ്മളിത് ഇതിനകത്ത് കയറ്റിയിടുമ്പോൾ ആ ലോക്കിനകത്ത് അത് വീഴണം, എന്നാൽ അത് സിറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ അത് കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഫാൻ ലീഫ് മാത്രം അവിടെ നിൽക്കുകയും മോട്ടർ കിടന്ന് കറങ്ങുകയും ചെയ്യും. അടുത്ത് നേരത്തെ നമ്മൾ ഇളക്കിയത് ആൻറ്റി ക്ലോക്ക് വൈസാണ്. എന്നിട്ട് തിരിച്ച് ക്ലോക്ക് വൈസിൽ, അതായത് നമ്മൾ ക്ലോക്ക് കറങ്ങും പോലെ ഒന്ന് ലീഫ് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായി. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ സ്റ്റേ ഇട്ട് ടൈറ്റ് ചെയ്യാം. അതിൻ്റെ ഫ്രണ്ട് ഇത്തിരി പഴയ ഫാനാണ് കേസ്. അപ്പോൾ നമ്മളിനി വെളുപ്പിച്ചിരുന്നാലും അത് വെളുക്കാൻ പോകണില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് നമുക്കത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗേസ് ഇതെല്ലാം സെറ്റായി കഴിഞ്ഞ് അടുത്ത് നമുക്ക് താഴത്തെ സ്ക്രൂ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സംഗതി ഹോട്ടായി, സംഗതിയെല്ലാം സെറ്റായി. ഇനി നമുക്ക് അതിൻ്റെ താഴെ വശങ്ങൾ ഒന്ന് ലൈസോൾ വെച്ച് ഒരു കാരണവശാലും വരുന്ന ഭാഗങ്ങൾ വെള്ളം പറ്റി തുടക്കാൻ വേണ്ടി നിൽക്കരുത്. കാരണം പറഞ്ഞ് എറുത്ത് വരുന്ന ഭാഗങ്ങൾ സ്വിച്ച് വെക്കുന്ന ഭാഗം വെള്ളം സോപ്പോ വെച്ച് തുടയ്ക്കരുത്. അതിനകത്ത് ഇറങ്ങി എറുത്ത് വരേണ്ട സാധ്യത കൂടുതലാണ്.
അപ്പം അതിനൊന്ന് ചെയ്യും. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ഫാൻ ഒന്ന് ഇട്ട് നോക്കാം. ഒരു രക്ഷയില്ല ഗൈസ്. നല്ല കൂളിംഗ്, നല്ല കാറ്റുണ്ട്. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും ഈ ഫാൻ ഇടുന്ന സമയത്ത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ട് എല്ലാവർക്കും ഉപകാരമാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം, എന്തെന്നാലും അറിയാത്തവർക്കായി ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. വീഡിയോക്ക് വ്യൂസ് കിട്ടിയിട്ട് കാര്യം, നമുക്ക് സബ്സ്ക്രൈബും കൂടി വേണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ ദയവ് ചെയ്ത്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. അപ്പൊ ഇതേപോലത്തെ ടെക്നിക്കൽ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.